എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പഞ്ചമഹാഭൂത റെപ്രസെന്റ് ചെയ്തിട്ടുള്ള മുദ്രാസിനെ കുറിച്ചാണ്. പഞ്ചമഹാഭൂത എന്ന് പറയുന്നത് 5 എലമെന്റ്സ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എർത്ത്, ഫയർ, വാട്ടർ, സ്പേസ്, എയർ. ഇത്രയാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. അതിനെ 5 എലമെന്റ്സ് എന്നാണ് നമ്മൾ മോഡേണിൽ പറയുന്നത്. നമ്മള് സാൻസ്ക്രിറ്റിൽ അതേപോലെ ആയുർവേദം ദർശനങ്ങളിൽ പറയുന്നത് പഞ്ചമഹാഭൂത എന്നാണ് പറയുന്നത്. അത് പൃഥ്വി, ജല, തേജ, വായു, ആകാശം, ഇങ്ങനെ 5ആയിട്ടാണ്. അപ്പൊ നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും ഫോം ചെയ്തിട്ടുള്ളത് ഈ 5ഉം കമ്പൈൻ ചെയ്തിട്ടാണ് എന്നാണ് നമ്മുടെ ദർശനങ്ങളിൽ പറയുന്നത്. കാണുന്ന എല്ലാ വസ്തുക്കളും, നമ്മുടെ ശരീരവും അത് 5ഉം കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 5 എലമെന്റ്സും മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഒരുവിധം അസുഖങ്ങൾ നമുക്ക് വരാതിരിക്കാനും ഉള്ള അസുഖങ്ങൾ ക്യൂർ ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് ഈ പറയാൻ പോകുന്ന മുദ്രാസ്. പൃഥ്വിമുദ്ര, എർത്ത്, 5 എലമെന്റ് എർത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ആർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അത് ഞാൻ പറയാം. കഫദോഷം ഉള്ളവർ, ഇപ്പം ആയുർവേദിക് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയാം, 3 പ്രകൃതിയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: വാതപിത്ത കഫ. അതിൽ കഫദോഷമുള്ളവർ ചെയ്യാതിരിക്കുക. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് വെയിറ്റ് ഒരുപാട് കൂടുതലായിട്ടുള്ളവർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഈ പറയുന്നതിലൊക്കെ ഓരോരോ ആൾക്കാര് ഉണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളവര്. അവര് ചെയ്യരുത് എന്ന് ഞാൻ കംപ്ലീറ്റ് പറയുന്നില്ല. ഒരു ദിവസം ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക് 5 മിനിറ്റ്സ് ഒക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. കാരണം ഇത് അതിനു വേണ്ടി മാത്രമുള്ളതല്ല. ഹെയർ ലോസ് ഉള്ളവർക്ക് നല്ലതാണ്. ഹെയർ ലോസ് നമുക്ക് എന്താ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്കിന്നിന് നല്ലതാണ്. അതേപോലെ ഫിസിക്കലായിട്ട് സ്ട്രെങ്ത് തരുന്നു, നമുക്ക് സ്റ്റാമിന തരുന്നു. ഡയബറ്റിക്സ് ഉള്ളവർ ഇത് ചെയ്യുന്നത് നല്ലതാണ്. ഫീവർ, കോൾഡ്, കഫ് ഒക്കെ ഉള്ള സമയത്തും ഇത് ചെയ്യാം. അത് വരാതിരിക്കാനും ചെയ്യും. 15 മിനിറ്റ്സ് എല്ലാ മുദ്രാസും ചെയ്യാം. ഇങ്ങനെയാണ് പിടിക്കുന്നത്. തള്ളവിരലും മോതിര വിരലും ടിപ്പ് മുകളിലേക്ക് ഫേസ് ചെയ്യും. കാലിന്റെ മുകളിൽ വെക്കാം. 2 കൈയും അങ്ങനെ തന്നെ പിടിക്കണം. ബാക്കി 3 വിരലുകളും നിവർത്തി പിടിക്കുക. മുദ്ര ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് സ്ഥലത്തിരുന്നും ചെയ്യാം, എപ്പോ വേണമെങ്കിലും ചെയ്യാം. അടുത്തതാണ് വരുണമുദ്ര. വാട്ടറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ കണ്ടന്റ് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. നമ്മുടെ ശരീരം ഡീഹൈഡ്രേഷൻ ഇല്ലാണ്ട് ഹൈഡ്രേറ്റഡ് ആക്കാൻ നമ്മൾ വെള്ളം കുടിക്കുമ്പം ഉള്ള ഗുണം എന്ന് പറയുന്നത് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ആണ്. ഇപ്പം ബ്ലഡ് ഫ്ലോ, ബ്ലഡ് പ്യൂരിഫൈ, അങ്ങനെ ബ്ലഡിന് വളരെ ഉപകാരമാണ്. പിന്നെ വെള്ളം കുടിക്കുന്നതിന്റെ ഗുണം നമ്മൾ സാധാരണ കേൾക്കുന്നുണ്ട്, പിമ്പിൾസ് വരാണ്ടിരിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ പിമ്പിൾ വരാണ്ടിരിക്കാൻ, പിമ്പിൾസ് പ്രിവെന്റ് ചെയ്യുന്നു. ഇച്ചിങ്, ചൊറിച്ചിലില്ലാണ്ടിരിക്കാൻ, അതേപോലെ ചുണ്ട് വരണ്ട് പൊട്ടാതിരിക്കാൻ, മൗത്ത് ഡ്രൈനെസ് ഇല്ലാണ്ടിരിക്കാൻ ഒക്കെ നല്ലതാണ് ഈ വരുണമുദ്ര. സ്കിന്നിന് ഒരു ഗ്ലോ തരും. സ്കിന്ന് കംപ്ലക്ഷൻ കൂട്ടാൻ, ഗ്ലോ തരാൻ, അങ്ങനെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. മെയിനായിട്ട് പാരലൈസ് ഉള്ളവരും ഇത് ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ ജോയിന്റ് പെയിൻസ് ഇല്ലാണ്ടിരിക്കാൻ. ചില ജോയിന്റ് പെയിൻസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്, മുട്ട് വേദനക്ക് എടുക്കുന്നത് വെള്ളം കൂടി കുറഞ്ഞിട്ട് എടുക്കാറുണ്ട്. അങ്ങനത്തെ ജോയിന്റ് പെയിൻസ് ഇല്ലാണ്ടിരിക്കാനും നല്ലതാണ് വരുണമുദ്ര. നമ്മൾ ചെറുവിരല് തള്ളവിരലിലേക്ക്, ബാക്കി 3 വിരല് നിവർത്തി പിടിക്കണം. മലർത്തിയാണ് വെക്കുന്നത്. കൈകൾ 2 കൈയും അങ്ങനെ തന്നെ പിടിക്കുക. കാലിന്റെ മുകളിൽ വെക്കുക. അടുത്തത് സൂര്യമുദ്ര. ഈ മോതിര വിരല് ഇവിടെ ടച്ച് ചെയ്യുക. ഈ ഒരു പോർഷനിൽ ടച്ച് ചെയ്യുന്നു. എന്നിട്ട് തള്ളവിരല് കൊണ്ട് അത് ക്ലോസ് ചെയ്യുന്നു.
അങ്ങനെയാണ്. 2 കൈ അങ്ങനെ പിടിക്കുക, മലർത്തി വെക്കുക. മലർത്തി കാലിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നു. സൂര്യ എന്ന് പറയുമ്പോൾ ഫയർ ആണ്. ഫാറ്റ് ലോസ്, തടി കുറയ്ക്കാനുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് സൂര്യമുദ്ര. ഇതിലിപ്പോ ശ്രദ്ധിക്കേണ്ടത് തടി കുറഞ്ഞവർ, വളരെ ലീൻ ആയിട്ടുള്ളവർ, ഞാൻ നേരത്തെ പൃഥ്വിയുടെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാതിരിക്കരുത്. ഒരു 5 മിനിറ്റ്സ് ഒക്കെ ചെയ്യാം. ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഡെയിലി ചെയ്യുവാണെങ്കിൽ 5 മിനിറ്റ്സ് ചെയ്താൽ മതി. ഒരുപാട് നേരം ചെയ്യണ്ട. മെയിൻ ആയിട്ട് ഫാറ്റ് ലോസ് ആണ് പറയുന്നത്. നമ്മളെ എക്സസീവ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ഫാറ്റിനെ ഒക്കെ അലിയിച്ച് കളയും. പിന്നെ വേറെ ഉപകാരം എന്ന് പറയുമ്പോൾ ഫയർ എന്ന് പറയുമ്പോൾ അറിയാം, ജാഡരാഗ്നി ആണ് നമുക്ക് ഡൈജഷൻ നടത്തുന്നതും നമുക്ക് വിശപ്പ് തോന്നിക്കുന്നതും ഒക്കെ ജാഡരാഗ്നിയുടെ വർക്ക് കാരണമാണ്. അതിന്റെ ആക്ടിവിറ്റി നല്ലപോലെ നടക്കും, ജാഡരാഗ്നിയുടെ ആക്ടിവിറ്റി. അപ്പം വിശപ്പ് ആവശ്യത്തിന് തോന്നും. അതേപോലെ തന്നെ ഡൈജഷൻ പ്രോസസ് ഒക്കെ നല്ലപോലെ നടക്കും. ഒട്ടും ചെയ്യാൻ പാടില്ലാത്തവര്, പിത്തദോഷമുള്ളവർ ചെയ്യരുത്. പിത്തദോഷ പ്രകൃതി ഉള്ളവര് പ്രഗ്നൻസി ടൈമിൽ ചെയ്യേണ്ടതാണ് പറയുന്നത്. പ്രഗ്നന്റ് ആയിട്ടുള്ളവരും സൂര്യമുദ്ര ചെയ്യേണ്ട. അടുത്തത് വായുമുദ്ര. ചൂണ്ടുവിരല് തള്ളവിരലിന്റെ മുകളിൽ ടച്ച് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഒരു ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ, ഒരു ഗ്യാപ്പ് ഉണ്ടാവും. മലർത്തി പിടിക്കുക. ബാക്കി 3 വിരലും സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇങ്ങനെ തന്നെ കാലിന്റെ മുകളിൽ വെക്കുക. വായു നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ ഒരുപാട് വേദനകൾ ഉണ്ടാവും. ജോയിന്റ് പെയിൻസ്, കാല് വേദന, മുട്ടുവേദന, ഷോൾഡർ പെയിൻ, അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ, ചെസ്റ്റ് പെയിൻ ഇല്ലാണ്ടിരിക്കാൻ, പിന്നെ സ്റ്റൊമക്കിന് പ്രോബ്ലംസ് ഇല്ലാതിരിക്കാൻ, സ്റ്റൊമക്കിനെ ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം വരാതിരിക്കാനും അത് ക്യൂർ ചെയ്യാനും നല്ലതാണ് വായുമുദ്ര എന്ന് പറയുന്നത്. ഗ്യാസ് ഉള്ളവർക്കും ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. പാരലൈസിസ് ഉള്ളവരും ഇത് ചെയ്യാവുന്നതാണ്, വായുമുദ്ര ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വരുണമുദ്ര, വാട്ടർ വരുണമുദ്രയും അതുപോലെ വായുമുദ്രയും പാരലൈസിസ് ഉള്ളവർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ലാസ്റ്റ് വൺ ആകാശമുദ്ര. മിഡിൽ ഫിംഗറിന്റെ ടിപ്പ്, തള്ളവിരലും കൂടെ ടിപ്പ്. ബാക്കി 3 വിരലും സ്ട്രെയിറ്റ് ആണ്. മലർത്തി തന്നെ കാലിന്റെ മുകളിൽ വെക്കുക. ഇതാണ് ആകാശമുദ്ര. മെയിൻ ആയിട്ട് പറയാനുള്ള എൻലൈറ്റ്മെന്റിന്, അതാണ് മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആകാശമുദ്ര ചെയ്യുമ്പോൾ ഏർലി മോർണിംഗ് ചെയ്യാൻ ശ്രമിക്കുക. വെറും വയറ്റില്, ഭക്ഷണമൊന്നും കഴിക്കുന്നതിന് മുന്നേ രാവിലെ ആകാശമുദ്ര ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പോസിറ്റീവ് എനർജി തരുന്നു, അതേപോലെ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു, ക്ലാരിറ്റി തരുന്നു, പ്യൂരിഫൈ ചെയ്യുന്നു, പോസിറ്റീവ് എനർജി തരുന്നു. പിന്നെ ഓസ്റ്റിയോപോറോസിസ് ഉള്ളവർക്ക് ഇത് ചെയ്യാം. ബോണൊക്കെ വീക്ക് ആയിട്ടുള്ളവർക്ക്, കാൽസ്യം കുറഞ്ഞിട്ടാണെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും ബോൺസ് വീക്ക് ആയിട്ടുള്ളവർക്ക് നല്ലതാണ്. ഹോർമോൺ ബാലൻസ് ചെയ്യാനും വളരെ നല്ലതാണ്. ഹോർമോൺ ഇംബാലൻസ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം, വളരെ എഫക്റ്റീവാണ്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കും, എന്ന് വെച്ചാൽ നല്ലപോലെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ്. BP കൺട്രോൾ ചെയ്യാം. BP കൂടുതലുള്ളവർക്കും കുറഞ്ഞവർക്കും ഇത് ചെയ്യാം. BP കൺട്രോൾഡ് ആവും. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിന്റെ പിക്ചർ നമ്മൾ ഗ്രൂപ്പിൽ ഇടുമല്ലോ അല്ലേ? ഗ്രൂപ്പിലിടാം.
എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്. ആ എല്ലാം പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യുക. 15 മിനിറ്റെങ്കിലും ചെയ്യുമ്പോഴേ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഏർലി മോർണിംഗ് ചെയ്യേണ്ടത് അപ്പം മാത്രം ചെയ്യുക, ബാക്കിയുള്ളത് സമയം അനുസരിച്ച് ചെയ്യുക. നല്ല ക്ലാസ് ആയിരുന്നു, നന്നായി പ്രസന്റ് ചെയ്തു. ഞാൻ കുറച്ച് വൈകിട്ടാ കയറിയത്, ഓക്കെ, പക്ഷെ നല്ലതായിരുന്നു. ഞാൻ മുന്നത്തെ ക്ലാസ്സിലും കുറച്ച് മിസ്സായി ഉണ്ടായിരുന്നു, പക്ഷെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. വെൽക്കം. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. നല്ല അനുഭവമുണ്ട്. എന്നും ചെയ്താൽ ആ ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടായാലേ നമുക്ക് കൂടുതല് ഗുണം ചെയ്യും. തന്നെത്താൻ ചെയ്യലൊക്കെ പറഞ്ഞ പാടാണ്. ഈ ഗ്രൂപ്പായിട്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ ആ ടൈം വെച്ച് നമ്മള് സെറ്റ് ആവും. നമ്മൾ യോഗ ക്ലാസ് എടുക്കുമ്പോൾ ഈ മുദ്രാസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. നന്നായി മനസ്സിലായി. താങ്ക് യു. ക്ലാസ് നന്നായിരുന്നു കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക്സ്. നല്ല ക്ലാസ് ആയിരുന്നു. ഇനി എന്നാണ് ക്ലാസ് എന്ന് നേരത്തെ പറയണേ. ശരി ശരി. താങ്ക്സ്. താങ്ക് യു. ബൈ.